Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, Miss. Values എടുത്തതൊക്കെ നോക്കിയോ എല്ലാവരും? Okay. ക്ലിയർ ആണോ? Clear ആണ് miss. Clear ആണ്. സോഴ്സ് ഒന്നുകൂടെ പറയാട്ടോ. തുടങ്ങാം അല്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ ഡൗട്ട്സ്? നമുക്ക് സോഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ പോരെ? മിസ്സസ് 7 ടൈപ്സ് ഗ്യാസസ് പറഞ്ഞു അല്ലേ? അതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സിസ്റ്റം കമ്പോണൻസ് അല്ലെ? അതിൽ ഫസ്റ്റത്തെ വരുന്നത് സോഴ്സസ്. നമുക്ക് എന്താണ് ഔട്ട്ലെറ്റുകൾ വഴി മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വഴി ചെയ്യുന്നുണ്ട്. ഗ്യാസുകൾ പേഷ്യൻസിന് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന് എന്ത് വേണം? ഒരു ഉറവിടം വേണം അല്ലെ? ആ ഗ്യാസ് നമുക്ക് പൈപ്പ് ലൈൻ വഴി കിട്ടണമെങ്കിൽ അതിനൊരു സോഴ്സ് വേണ്ടേ? അപ്പൊ ആ ഒരു സോഴ്സസ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ sources are reserves that generate the flow of medical gases through piping networks like a manifold system. എന്താണ്? നമ്മുടെ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴി മെഡിക്കൽ വാതകങ്ങളുടെ ഒഴുക്ക് നൽകുന്ന ആ ഒരു സോഴ്സ്, ആ ഒരു ഉറവിടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സസ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കാം? ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ടാങ്കുകളായിരിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സോഴ്സസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതിൽ ഫസ്റ്റ് മാനിഫോൾഡ് സിസ്റ്റം മിസ് ഒരു ഇമേജ് കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ? ഒരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ? അപ്പൊ അതിൽ മിസ് രണ്ട് സിലിണ്ടർ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് കാണിച്ചത്. അതൊക്കെ ഇതുപോലെയൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതിലായിരിക്കും ലെഫ്റ്റ് സൈഡിലെ സിലിണ്ടേഴ്സിൽ നിന്നുള്ള ഗ്യാസ് ആയിരിക്കും ആദ്യം വിതരണം ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു സെക്ഷനിലെ സിലിണ്ടേഴ്സ് കാലിയാകുന്ന സമയത്ത് ആ ഒരു സെക്ഷനിലുള്ള വാൽവുകൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നിന്ന് ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും രണ്ടാമത് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓഫ് 2 ബാങ്ക്സ് അല്ലെ? ഹൈ പ്രഷറിലുള്ള വാതകങ്ങൾ ഉൾക്കൊള്ളുന്ന സിലിണ്ടേഴ്സിന്റെ 2 ബാങ്കുകൾ, അതായത് 2 സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കണ്ടില്ലേ? ലെഫ്റ്റ് സൈഡിൽ 5 സിലിണ്ടേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ബാങ്ക് ഉണ്ട്, രണ്ടാമത്തത് റൈറ്റ് സൈഡിലുണ്ട് അല്ലെ? അതേപോലെ 5 സിലിണ്ടേഴ്സ് ഉൾക്കൊള്ളുന്ന, അപ്പൊ അങ്ങനെയുള്ള 2 ബാങ്കുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? one is backup to other. എന്താണ്? ഒന്നിന്റെ ബാക്കപ്പ് പോലെ. എന്താണ്? ഒരു സൈഡിലെ ഗ്യാസുകൾ തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതർ സൈഡിൽ നിന്നായിരിക്കും അല്ലെ? രണ്ടാമത്തെ സൈഡിൽ നിന്നായിരിക്കും ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിന്റെ ബാക്കപ്പ് പോലെ പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് beside the control panel is installed for primary and secondary regulator. എന്താണ്? നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതായത് 2 ബാങ്കുകളുടെ നടുക്കായിട്ട് നമ്മൾ എന്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു? ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നു? കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ കൂടാതെ എന്താണ്? പ്രഷർ റെഗുലേറ്റേഴ്സ്, വാർണിംഗ് ലാംപ്സുകളൊക്കെ നമ്മൾ ഇതിനോട് കൂടി തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സിലിണ്ടേഴ്സിൽ നിന്ന് ഗ്യാസുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലീക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡിലെ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഷറിൽ വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ലാമ്പുകളും പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രഷർ റെഗുലേറ്റേഴ്സ് ഒക്കെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? മാനിഫോൾഡ് സിസ്റ്റം എന്താണ്? മാനിഫോൾഡ് ഫസ്റ്റ് പറയുന്നത് എന്താണ്? മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലെയുള്ള
പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴി മെഡിക്കൽ ഗ്യാസസിന്റെ ഒഴുക്ക്, മെഡിക്കൽ വാതകങ്ങളുടെ ഒഴുക്കിനുള്ള സ്രോതസ്സിനെയാണ് എന്ത് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലേ? Piping networks. Medical gases and vacuum are distributed through the pipeline distribution system to provide gas or vacuum at the end points or terminal units. എന്താണ് നമ്മ മെഡിക്കൽ ഗ്യാസസ് അതിന്റെ സോഴ്സിൽ നിന്ന് അതിന്റെ എൻഡ് പോയിന്റ്സിലേക്ക്, അതായത് നമ്മ ഔട്ട്ലെറ്റുകളൊക്കെ പറഞ്ഞില്ലേ, പേഷ്യൻസിന് എന്താണ് എക്യുപ്മെന്റുകളിലേക്ക് ആ ഒരു ഗ്യാസുകൾ കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് അല്ലെ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ എൻഡ് പോയിന്റ്സിലേക്ക് അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടെർമിനൽ യൂണിറ്റ്സിലേക്ക് മെഡിക്കൽ ഗ്യാസിന്റെ ആ ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ എങ്ങനെയായിരിക്കും വാതകങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പൈപ്പ് ലൈൻ സിസ്റ്റം വഴിയായിരിക്കും വിതരണം ചെയ്യുന്നത്. ഓക്കെ ആണോ? ആ ഒരു എൻഡ് പോയിന്റ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടെർമിനൽ യൂണിറ്റ്സ്, നമുക്ക് ടെർമിനൽ യൂണിറ്റ്സ് എന്ത് പറയാം? ഔട്ട്ലെറ്റുകൾ അല്ലെ? ആ ഒരു ഔട്ട്ലെറ്റുകളിലേക്ക് നമ്മുടെ സോഴ്സസിൽ മാനിഫോൾഡ് സിസ്റ്റം പോലെയുള്ള സോഴ്സസിൽ നിന്ന് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്നത് പൈപ്പ് ലൈൻ സിസ്റ്റം വഴി ആയിരിക്കും. The terminal units may be either wall mounted or pendant mounted. ഒന്നില്ലെങ്കിൽ ആ ഒരു ടെർമിനൽ പോയിന്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു എൻഡ് പോയിന്റ്സ് എങ്ങനെയായിരിക്കും? വാൾ മൗണ്ടഡ് ആയിരിക്കും അല്ലെ? നമ്മൾ സ്വിച്ച് പോലാന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ സർ ഔട്ട്ലെറ്റുകൾ അങ്ങനെയുള്ള വാൾ മൗണ്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ്, അതായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള പെൻഡന്റ് മൗണ്ടഡ് ആയിരിക്കും ആ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി used to make pipes. ഈ പൈപ്പുകൾ നമ്മൾ നിർമ്മിക്കുന്നത് ഉയർന്ന ഗുണനിലവാരമുള്ള ഉയർന്ന ക്വാളിറ്റിയുള്ള കോപ്പർ കൊണ്ടാണ് ഈ ഒരു പൈപ്പുകൾ നിർമ്മിക്കുന്നത്. നമുക്ക് സാധാ പ്ലാസ്റ്റിക്കുകളിലേക്ക് കൂടിയൊക്കെ വാതകങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുമോ? ഗ്യാസുകളോ വിതരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അതെന്താണ്? പൊട്ടെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാല് ഗ്യാസ് ലീക്കേജ് വരും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം? ആ ഗ്യാസുകൾ വിതരണം ചെയ്യുന്ന പൈപ്പുകൾ ഉയർന്ന ക്വാളിറ്റി ഉള്ളത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം അല്ലെ? അപ്പൊ ഈ ഒരു പൈപ്പുകൾ നിർമ്മിക്കുന്നത് ഹൈ ക്വാളിറ്റിയുള്ള കോപ്പർ കൊണ്ട് നിർമ്മിതമായതായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. Moreover, pipes should be protected against physical damage and corrosion and color coded in keeping with the gas content. അതായത് ഈ ഒരു പൈപ്പുകൾ എന്താണ് നമ്മ should be protected against physical damage. ഫിസിക്കൽ ഡാമേജിനെങ്കിലും പൊട്ടല് വരാം, അതല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുക അല്ലെ? അങ്ങനെയുള്ള ഫിസിക്കൽ ഡാമേജുകളിൽ നിന്നും അല്ലെങ്കിൽ കൊറോഷൻ തുരുമ്പ് പിടിക്കലിൽ നിന്നും ഈ പൈപ്പുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു പൈപ്പ് ലൈൻസിന് നമ്മൾ ഇതിന്റെ കളർ കോഡുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ ഗ്യാസുകളും കണ്ടെയ്ൻ ചെയ്യുന്നതിന് അറിയുന്ന നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പൈപ്പ് ലൈൻസിന് കളർ കോഡുകളും നൽകുന്നുണ്ട്. ഓക്കെ ആണോ? കളർ കോഡൊക്കെ മിസ് പറഞ്ഞുതരാം കേട്ടോ. കളർ കോഡൊക്കെ പഠിക്കാനുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. എന്താണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോഴ്സസിൽ നിന്നും അല്ലെ മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ ടാങ്കുകളിൽ നിന്നും ഗ്യാസുകൾ നമ്മുടെ ഔട്ട്ലെറ്റ്സ് അതായത് ടെർമിനൽ യൂണിറ്റ്സിലേക്ക് അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സിലേക്ക് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പൈപ്പ് ലൈൻ സിസ്റ്റം വഴിയായിരിക്കും അല്ലെ? ഈ ടെർമിനൽ പോയിന്റ് ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ട് നമ്മൾ സ്വിച്ച് ഒക്കെ പോലെ ഔട്ട്ലെറ്റുകൾ വഴി പോലെയായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെയായിരിക്കും
ആ ഒരു ICU വെന്റിലേറ്റേഴ്സിലൊക്കെ അങ്ങനെയായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. പെന്റഡ് മൗണ്ടഡ് ആയിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഈ ടെർമിനൽ യൂണിറ്റ്സുകൾ കാണപ്പെടുന്നത്. ഈ പൈപ്പുകൾ നിർമ്മിക്കുന്നത് ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. കൂടാതെ ഈ പൈപ്പുകളെ എന്താണ് അതിനെന്തെങ്കിലും തകരാറ്, ഫിസിക്കൽ ആയിട്ടുള്ള തകരാറുകൾ വരാം അല്ലെ, പൊട്ടിപ്പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റുന്നതിൽ നിന്നും പിന്നെ എന്താണ് തുരുമ്പ് പിടിക്കുന്നതിൽ നിന്നും ഈ ഒരു പൈപ്പുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കൂടാതെ ഓരോ പൈപ്പുകൾക്കും അതിൽ ഏത് ഗ്യാസ് ആണ് അതിൽ കൂടെ സപ്ലൈ ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കളർ കോഡുകളും നൽകിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് വാൽവ്സ് അല്ലെ. മിസ് കഴിഞ്ഞ ദിവസം വാൽവ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാണ് അല്ലെ. There are two types of valve. രണ്ട് തരത്തിലുള്ള വാൽവുകളാണ് കാണപ്പെടുന്നത്. അതാണ് സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്സ് അല്ലെ. സോൺ വാൽവിൽ നിന്നും സർവീസ് വാൽവ് എന്നറിയപ്പെടുന്ന രണ്ട് വാൽവുകളാണ് കാണപ്പെടുന്നത്. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് ദി സിസ്റ്റം. എന്താണ് ഈ സോൺ വാൽവ്? നമുക്ക് ലാർജ് സെക്ഷൻസ്, ലാർജ് പാർട്സുകൾ ഐസൊലേറ്റ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ ഒരു റൂമിലെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലെ മുഴുവനായിട്ട് ഗ്യാസുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും നമ്മൾ സോൺ വാൽവ് ഫിറ്റ് ചെയ്ത്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടില് രണ്ട് തരത്തിലുള്ള വാൽവുകൾ ഉണ്ട് അല്ലെ, മെയിൻ വാൽവും സർവീസ് വാൽവും അല്ലെ. ആണോ? മെയിൻ വാൽവ് എന്താണ്? മെയിൻ വാൽവ് അടച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഫുള്ള് വാട്ടർ സപ്ലൈ നിർന്നു പോകുകയാണ് അല്ലെ, തടസ്സപ്പെടുകയല്ലേ. സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ഏരിയാസിലേക്കുള്ള വെള്ളമാണ് അല്ലെ നമുക്ക് തടസ്സപ്പെടുന്നത്. അപ്പൊ അതേപോലെ എന്താണ് സോൺ വാൽവ് എന്ന് പറയുന്നത്? യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് എ സിസ്റ്റം. ഒരു വലിയൊരു ഭാഗം നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം, അതായത് അവിടത്തേക്കുള്ള ആ ഒരു ഗ്യാസിന്റെ ഒഴുക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവ് ഉപയോഗിക്കുന്നത്. That is rooms for modification and or repairs അല്ലെ. ഒരു റൂമിലേക്കുള്ള നമുക്ക് ഐസൊലേഷൻ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ICUലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു റൂമിലേക്കുള്ള ഗ്യാസ് ആ ഒരു റൂം മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ ആ റൂമിൽ എന്തെങ്കിലും റിപ്പയേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിലേക്കുള്ള ഗ്യാസുകളുടെ സപ്ലൈ നമുക്ക് നിയന്ത്രിക്കണം അല്ലെ, കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവ് ഫിറ്റ് ചെയ്യുന്നത്. Zone valves are installed on corridor walls and should be labeled to indicate the room that they control. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോൺ വാൽവ് ഒക്കെ? ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു പ്രത്യേക സെക്ഷനില് എന്താണ് അങ്ങനെ ഒരു ഗ്ലാസിന്റെ ഉള്ളിലാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? സെപ്പറേറ്റ് ചെയ്ത് റെഡ് കളറിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ അതെന്താണ്? വോളിലായിരിക്കും ഇങ്ങനെയുള്ള വാൽവ്സുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ആ ഒരു വാൽവ് അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് അത് ഏത് റൂമിലേക്കുള്ള ഗ്യാസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് അത് ലേബൽ ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഈ കോറിഡോഴ്സിലേക്കൊക്കെ ഉള്ള വാൾസ് അല്ലെ, ചുമരുകളിലായിരിക്കും സോൺ വാൽവ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. കൂടാതെ ആ സോൺ വാൽവിന്റെ അവിടെ ആ ഒരു സോൺ വാൽവ് ഏത് റൂമിലേക്കുള്ള ഗ്യാസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നും എന്താണ് ആ സോൺ വാൽവിന്റെ അവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ICUയിലേക്കാണോ വാർഡിലേക്കാണോ അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഗ്യാസ് ആണോ അത് നിയന്ത്രിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് നോക്കി. Furthermore, service valves are used to isolate certain parts of the system for modification and or repair. Right? നമ്മുടെ സർവീസ് വാൽവ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു ചില ഭാഗങ്ങൾ, ഒരു പെർട്ടിക്കുലർ ഒരു ചെറിയ സെക്ഷൻ ഒക്കെ നമുക്ക് എന്താണ് റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനോ ആണ്
ആ ഒരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ആ ഒരു പ്രത്യേക ആ ഒരു ചെറിയൊരു ഏരിയ മാത്രം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് therefore they are accessible by the clinical staffുകൾ. എന്താണ് അതിനാല് എന്താണ് ഇത് ജീവനക്കാർക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. വാൽവുകൾ സർവീസ് വാൽവ് ഏതാണ്? സോൺ വാൽവ് ഏതാണ് അല്ലെ? സോൺ വാൽവ് എവിടത്തേക്കുള്ള ഗ്യാസുകളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ലാബിലൊക്കെ ചെയ്ത് സൂക്ഷിക്കുന്നത് മൂലം. അപ്പൊ ഇതെന്താണ്? ഇത്തരം വാൽവുകള് നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ ആണോ? രണ്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. രണ്ട് തരത്തിലുള്ള വാൽവ്സുകളാണ് കാണപ്പെടുന്നത്. സോൺ വാൽവ്സും എന്താണ് സർവീസ് വാൽവ്സ് അല്ലെ? സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആ ഒരു റൂമിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഗ്യാസുകളുടെ വിതരണം നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ആ റൂമിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ ആ ഒരു റൂമിലേക്കുള്ള ഗ്യാസുകളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവ് ഉപയോഗിക്കുന്നത്. സർവീസ് വാൽവ് എന്താണ്? ആ ഒരു പ്രത്യേക ആ ഒരു ഏരിയ മാത്രം, ആ ഒരു സെക്ഷൻ മാത്രം എന്താണ് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റ് ആ ഒരു പോർഷൻ മാത്രം ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം അല്ലെ? ആ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം to give information for the responsible staff about the whole plant in case of failure detection or change requirements. അല്ലെ? എന്താണ് നമ്മുടെ ആ ഒരു സിസ്റ്റത്തില് എന്തെങ്കിലും തകരാറ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യകതകൾ മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പ്ലാന്റുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും വിവരം അറിയിക്കണോ? ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും വിവരം അറിയിക്കണം അല്ലേ? ആ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും വിവരം അറിയിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനുള്ള ഒരു അലാറം സംവിധാന പ്രവർത്തനമാണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു മെയിൻ സിസ്റ്റത്തില് എന്തെങ്കിലും തകരാറ് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റാഫുകളെയും വിവരം അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് there are two main alarm system. നമുക്ക് രണ്ട് തരത്തിലുള്ള അലാം സിസ്റ്റം ആണ് ഉള്ളത്. മാസ്റ്റർ അലാം ആൻഡ് ഏരിയ അലാം. ഒരെണ്ണം മാസ്റ്റർ അലാമും രണ്ടാമത്തത് ഏരിയ അലാം. മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. ആ മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത് ആ ഒരു മെയിൻ ഗ്യാസ് നമ്മൾ എവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? മാനിഫോൾ സിസ്റ്റം അല്ലെ? സോഴ്സസ് പോലെയുള്ള മാനിഫോൾ സിസ്റ്റത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ടാങ്കുകളിൽ നിന്നാണോ നമ്മൾ ആ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആ ഒരു മെയിൻ ഗ്യാസ് സോഴ്സിനെ മോണിറ്റർ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാം ഉപയോഗിക്കുന്നത്. ഏരിയ അലാം ആർ ഫൗണ്ട് ഓൺ അലാം panel and their function is to monitor the condition of specific clinical care areas. അല്ലെ? നമ്മുടെ സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയാസിനെ മോണിറ്റർ അവിടുത്തെ ഗ്യാസുകളുടെ പ്രവർത്തനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻസിന്റെ കണ്ടീഷൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഏരിയ അലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മെയിൻ അലാം മാസ്റ്റർ അലാം എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആ ഒരു സോഴ്സ് ഇല്ലേ, നമുക്ക് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട് അല്ലെ? മാനിഫോൾ സിസ്റ്റമോ അല്ലെങ്കിൽ വലിയ ടാങ്കുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു മെയിൻ സോഴ്സിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാം ഉപയോഗിക്കുന്നത്. അവിടെ എന്തെങ്കിലും ലീക്കേജ് വന്നിട്ടുണ്ടോ അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്സ്
വന്നിട്ടുണ്ടോ അല്ലെ, തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? രണ്ടാമത്തെ അലാം ഉപയോഗിക്കുന്നത്, ഏരിയ അലാം ഉപയോഗിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയാസിന്റെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഗ്യാസുകളുടെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ നോക്കണം. അവിടെ എന്തെങ്കിലും പ്രഷറിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്യാസുകൾക്ക് എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാം ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ് അല്ലെ. Outlets are points at which connections can be made to the medical gas pumping system to supply under pressure, while inlet supply vacuum അല്ലെ. എന്താണ് നമ്മുടെ ഔട്ട്ലെറ്റും ഇൻലെറ്റും? ഇൻലെറ്റുകള് വാക്വം വിതരണം ചെയ്യുമ്പോൾ സമ്മർദ്ദത്തിൽ ആ ഒരു പ്രഷറിൽ വാക്വം അല്ലെങ്കിൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിനായി ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ഷൻ ഉണ്ടാക്കുന്ന പോയിന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻലെറ്റ്സുകൾ എന്താണ്? വാക്വം അല്ലെങ്കിൽ ഗ്യാസ് വിതരണം ചെയ്യാണ് അല്ലെ. മെയിൻ സോഴ്സിൽ നിന്ന് ഗ്യാസുകൾ വലിച്ചിട്ട് വിതരണം ചെയ്യാണോ ചെയ്യുന്നത്? അപ്പൊ ആ ഒരു മെയിൻ ഗ്യാസ് സിസ്റ്റത്തിൽ നിന്ന്, സോഴ്സസിൽ നിന്ന് നമ്മുടെ എന്താണ് വാക്വം അല്ലെങ്കിൽ ഗ്യാസ് വലിച്ച് നമ്മുടെ ഇൻലെറ്റുകള് ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ ആ ഒരു പ്രഷറിൽ എന്താണ് സമ്മർദ്ദത്തില് മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന പോയിന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇൻലെറ്റ് എന്താണ്? നമ്മുടെ ഗ്യാസ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? റെഗുലേറ്റേഴ്സിന്റെ അവിടെ നമ്മ ഒരു പോയിന്റ് ഉണ്ടോ? റെഗുലേറ്ററിന്റെ അവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. അതേപോലെ എന്താണ്? നമ്മുടെ സ്റ്റൗവിന്റെ അവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. ആ ഒരു ഹോസ് വഴി സ്റ്റൗവിന്റെ അവിടെ കണക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ആ ഒരു സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് വലിച്ചെടുക്കില്ലേ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് വലിച്ചെടുക്കാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഗ്യാസിന്റെ അവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാണോ ചെയ്യുന്നത്? ആ ഒരു പോയിന്റിലേക്ക് ഇവിടുന്ന് വലിച്ച്, അപ്പൊ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് നമ്മുടെ ഇൻലെറ്റുകള്? ഓക്കെ. എന്താണ് നമ്മുടെ ഔട്ട്ലെറ്റുകള്? ഗ്യാസ് സോറി ഇൻലെറ്റുകള് വാക്വം അല്ലെങ്കിൽ ഗ്യാസ് എന്താണ് വലിച്ചെടുത്ത് ഇൻലെറ്റുകൾ വാക്വം വിതരണം ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാസ് സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാക്വം പ്രഷറിൽ വിതരണം ചെയ്യുന്നതിനായി ആ ഒരു മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് ഘടിപ്പിക്കുന്ന ആ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻലെറ്റ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില്? ഇങ്ങനത്തെ പോയിന്റ്സ് കണ്ടിട്ടുണ്ടോ? ഇതിന്നായിരിക്കും അല്ലെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റുകളിലേക്ക് ഗ്യാസുകൾ വിതരണം ചെയ്യുന്ന പോയിന്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ? ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നത്. ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത്? ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഇൻലെറ്റ് കാണാൻ പറ്റില്ല അല്ലെ. ഇൻലെറ്റ് എവിടെയായിരിക്കും? ആ ഒരു മെയിൻ സോഴ്സസിന്റെ അവിടെയായിരിക്കും അല്ലെ ഇൻലെറ്റുകള്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് പിക്ചർ ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സെക്കൻഡറി എക്യുപ്മെന്റ് അല്ലേ.
സ്ക്രീനിൽ പ്രിന്റ് വന്നിട്ടുണ്ടോ നമ്മുടെ ചാപ്റ്ററിന്റെ സെക്കൻഡറി എക്യുപ്മെന്റിന്റെ വന്നിട്ടുണ്ടോ? സോറി, ഗ്യാസിന്റെ വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി എക്യുപ്മെന്റ്. ഹോൾ ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജസ് and vacuum regulators are not of the pipeline system. They can contribute greatly to gas and vacuum consumption. അല്ലെ? നമ്മുടെ ഈ ഒരു ഹോസസ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലെ ഹോസ് ഉണ്ട് അല്ലെ? നമ്മുടെ റെഗുലേറ്ററിന്റെ അവിടെ നിന്ന് എന്താണ് ഗ്യാസ് ആ സ്റ്റൗവിലേക്ക് ഗ്യാസ് ബ്രേക്കിലേക്കൂടി ഹോസിലേക്കൂടിയല്ലേ കണക്ഷൻ ചെയ്യുന്നത്? ആ ഒരു പൈപ്പിലേക്കൂടിയാണ് അല്ലെ? ആണോ? അപ്പൊ ആ ഒരു ഹോസസ്, പിന്നെ ഗ്യാസ് ഫ്ലോ മീറ്റർ, ആ ഒരു ഗ്യാസിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജസ്. ഗേജസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാനാണ് കേട്ടോ. ഗേജസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹോസ്പിറ്റലില് സിലിണ്ടറും ഒക്കെ ഉണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ അതിനെ? ഗ്യാസ് സിലിണ്ടർ നമ്മുടെ ഹോസ്പിറ്റല്. ഇതിനെയാണ് ഗേജസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഗ്യാസിന്റെ ആ ഒരു പ്രഷർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗേജസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഗേജസ് സെക്കൻഡറി എക്യുപ്മെന്റുകളാണ് കേട്ടോ. ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജസ് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ് അല്ലെ? നമ്മുടെ ആ ഒരു ഗ്യാസിന്റെ ആ ഒരു ഒഴുക്ക് നമുക്ക് ക്ലോസ് ചെയ്യണം. നമുക്ക് ഗ്യാസ് കൂട്ടി വെക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടല്ലേ ഗ്യാസ് റെഗുലേറ്റേഴ്സ് ഇല്ലേ? നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് എന്ത് ചെയ്യും? റെഗുലേറ്റേഴ്സ് ഓഫ് ചെയ്തിട്ട് അല്ലെ? അപ്പൊ അതിനുള്ള എന്താണ് വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് ഓഫ് ദി പൈപ്പ്ലൈൻ സിസ്റ്റം. ഇതൊക്കെ എന്താണ്? ആ ഒരു പൈപ്പ്ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. പക്ഷെ എന്താണ്, നമുക്ക് ഈ ഒരു വാക്വം കൺസപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡറി എക്യുപ്മെന്റുകൾ ആവശ്യമാണ് അല്ലെ? റെഗുലേറ്റേഴ്സ് ആവശ്യമാണ്, ഗേജസ് ആവശ്യമാണ്, ഫ്ലോമീറ്റേഴ്സ് ആവശ്യമാണ്, ഹോസുകൾ ആവശ്യമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സെക്കൻഡറി എക്യുപ്മെന്റുകളാ ഹോസസ്, ഗ്യാസ് ഫ്ലോമീറ്റേഴ്സ്, ഗേജസ് ആൻഡ് വാക്വം അല്ലെ? എന്താണ് ഈ പറയുന്ന എക്യുപ്മെന്റുകൾ എന്തെല്ലാന്ന്? ആ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. പക്ഷെ എന്താണ്, നമുക്ക് വാക്വം അല്ലെങ്കിൽ ഗ്യാസുകള് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡറി എക്യുപ്മെന്റുകൾ ഒരുപാട് സംഭാവന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ദീസ് ഐറ്റംസ് ഷുഡ് ബി ചെക്ക്ഡ് ഫ്രീക്വന്റ്ലി ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ്. എന്താണ്, നമ്മുടെ റുട്ടീൻ ഇൻസ്പെക്ഷൻ പതിവ് പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്യുപ്മെന്റുകൾ അല്ലെ, ഈ സെക്കൻഡറി എക്യുപ്മെന്റുകൾ പരിശോധിക്കണം അല്ലെ? നമ്മുടെ ഗ്യാസ് ഫ്ലോമീറ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹോസസിന് എന്തെങ്കിലും ഹോൾസുകൾ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ഗ്യാസുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് ലീക്കേജ് വരാനോ അല്ലെങ്കിൽ പ്രഷറിൽ വേരിയേഷൻസ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും എന്താണ് റിസ്കുകൾ, അപകടങ്ങൾ ഉണ്ടാകാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ
പതിവ് പരിശോധനയുടെ ഭാഗമായിട്ട് ഇത്തരം സെക്കൻഡറി എക്യുപ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻ നടത്തണം. ഓക്കെ ആണോ? പരമാവധി ഫോട്ടോസ് കാണിച്ചു തരാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ഫോട്ടോസ് കിട്ടും കേട്ടോ. അങ്ങനെ നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ലീക്കേജ് പ്രോബ്ലം അല്ലെ, പ്രഷറിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതാ അല്ലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സെക്കൻഡറി എക്യുപ്മെന്റുകൾ ആവശ്യമാണ് അല്ലെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെ. നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് ഫോർ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന് എന്തൊക്കെയാണ് ഗുണങ്ങള്? There will be no disturbing sight of oxygen cylinder at the bedside. സൈഡ് അല്ലെ, സൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സൈഡ് എന്നാണ് കേട്ടോ. എന്താണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ കാഴ്ച അല്ലെ, നമ്മുടെ ബെഡിന്റെ സൈഡിൽ വെക്കുമ്പോ എന്താണ് നമുക്ക് പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ കാണാണ് അല്ലെ. അപ്പൊ ആ ഒരു സൈറ്റ് ഒഴിവാക്കാനായി, ഡിസ്റ്റർബിങ് സൈറ്റ് ഒഴിവാക്കാനായി സാധിക്കുന്നു. ഇപ്പൊ ഔട്ട്ലെറ്റുകൾ വഴിയൊക്കെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ നമ്മൾ കിടക്കുന്ന ആ ഒരു ബെഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് സിലിണ്ടർ വെക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ ആ ഒരു ഔട്ട്ലെറ്റുകൾ വഴി എന്താണ് ഗ്യാസുകൾ വിതരണം ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ് ഗ്യാസ് സിലിണ്ടറിന്റെ നമ്മുടെ ബെഡിന്റെ സൈഡിൽ ആ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ കാഴ്ച, ആ ഒരു ഡിസ്റ്റർബിങ് സൈറ്റ് ഒഴിവാക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ ചിലപ്പോ എന്താണ് നമ്മൾ എണീക്കുന്ന സമയത്ത്, പേഷ്യന്റ് എണീക്കുന്ന സമയത്ത് ഗ്യാസ് സിലിണ്ടർ തട്ടി വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അല്ലെ. ഗ്യാസ് സിലിണ്ടർ ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോഴേ അതല്ലെങ്കിൽ സിലിണ്ടർ കാലിയായി കഴിഞ്ഞാൽ എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്തൊക്കെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടോ? പേഷ്യൻസിനെ ഉരുട്ടിക്കൊണ്ടുപോകുക, വലിച്ചുകൊണ്ടുപോകുമ്പോഴൊക്കെ അല്ലെ, അതിന്റെ സൗണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലേ ഈ പൈപ്പ് ലൈൻ വഴിയൊക്കെ കൊടുക്കുമ്പോൾ, വിതരണം ചെയ്യുമ്പോൾ? അപ്പൊ എന്താണ് ആ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ കാഴ്ച ഒഴിവാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് eliminating of the annoying noise of the movement, noise from the movement of cylinders in and around the hospital. എന്താണ് ഹോസ്പിറ്റലിന്റെ പരിസരത്തും മറ്റും ആ ഒരു സിലിണ്ടറിന്റെ ശബ്ദങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് സിലിണ്ടർ കൊണ്ടെടുക്കണോ? ആ ഒരു സോഴ്സിൽ മാത്രം സിലിണ്ടർ വെച്ചാൽ മതി അല്ലെ. അങ്ങോട്ട് കൊടുക്കും എല്ലാ റൂംസിലേക്കും, എല്ലാ വാർഡുകളിലേക്കും നമ്മൾ സിലിണ്ടർ വലിച്ചുകൊണ്ട് പോണോ? ആ ഒരു നോയ്സ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പരിസരത്തുമുള്ള ആ ഒരു സിലിണ്ടറിന്റെ സൗണ്ടുകള്, ശബ്ദങ്ങള് ഒഴിവാക്കാൻ സാധിക്കുന്നു. ചിലപ്പോ നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഒരുപാട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു തലവേദന എടുത്തിരിക്കുന്ന സമയത്ത് കൊച്ചു വന്ന് ബഹളം എടുത്താൽ നമുക്ക് എത്രത്തോളം ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട് അല്ലെ. നമ്മൾ ചീത്ത പറയാറുണ്ട് അവരെ. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള അല്ലെ ഈ ഒരു ഗ്യാസുകൾ വലിച്ചു കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വോയിസുകൾ, സൗണ്ടുകൾ ഒഴിവാക്കാം. നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് ദി സിലിണ്ടേഴ്സ് അല്ലെ. എന്താണ് സിലിണ്ടറിന്റെ ഉപയോഗവും അതിന്റെ ആ ഒരു ചലനവും മൂലം ഉണ്ടാകുന്ന ആ ഒരു അണുവിമുക്തമായ പ്രദേശങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. എന്താണ് നമുക്ക് പുറമേ നിന്ന് സിലിണ്ടേഴ്സ് നമ്മുടെ കണ്ടാമിനേഷൻ ഒക്കെ ചെയ്ത അണുവിമുക്തമാക്കിയ ഏരിയാസിലേക്ക് പുറത്തു നിന്ന് സിലിണ്ടറിനെ കൊണ്ടുവരുമ്പോഴെന്താണ് വീണ്ടും നമ്മൾ അവിടെ കണ്ടാമിനേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടോ? അണുവിമുക്ത സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. സ്റ്റെറിലൈസേഷൻ ഒക്കെ വീണ്ടും ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു അല്ലെ. എന്താണ് അണുവിമുക്തമാക്കിയ ഏരിയകളെ നമുക്ക് സംരക്ഷിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻസ്. എന്താണ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വൃത്തിയുള്ളതും എന്താണ് പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ ശരിയായ ആ ഒരു പ്രഷറിലുള്ള ഗ്യാസുകളുടെ വിതരണം നടത്താൻ സാധിക്കുന്നുണ്ടോ? പൈപ്പ് ലൈൻ വഴിയാണ് അല്ലെ
ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്? അപ്പൊ എന്താണ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എന്താണ് നമ്മുടെ കോൺസ്റ്റന്റ് ഫ്ലോയിൽ അല്ലെ ആ ഒരു അളവില് തന്നെ വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള ഗ്യാസുകളുടെ സപ്ലൈ നടത്താനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഇവിടെ സ്റ്റേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രിന്റിൽ എങ്ങനെയാണ്? സ്റ്റാഫ് എന്നാണോ? സ്റ്റാഫ് എന്നാക്കാം കേട്ടോ, സ്റ്റാഫ് എന്നാക്കാം. സ്റ്റേറ്റ് എന്നാണെങ്കിൽ മാറ്റി ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാക്കാം കേട്ടോ. ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ് അല്ലെ? എന്താണ് ആ ഒരു ടാപ്സുകളിൽ നിന്ന് ഗ്യാസിന്റെ വേഗത്തിലുള്ള ലഭ്യത ലഭിക്കുന്നുണ്ട് അവർക്ക്. ആ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പെൻറ്റന്റിൽ നിന്നൊക്കെ എന്താണ് വേഗത്തിലുള്ള ഗ്യാസുകളുടെ അവൈലബിലിറ്റി ലഭിക്കുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ് അല്ലെ? എന്താണ് നമുക്ക് ക്ലീൻ ആയിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ളതും പിന്നെ എന്താണ് കൺട്രോളബിൾ ആയിട്ടുള്ള ഗ്യാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ റെഗുലേറ്റേഴ്സ് വഴി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗ്യാസ് ഫ്ലോമീറ്റേഴ്സ് വഴി അല്ലെങ്കിൽ ഗേജുകൾ വഴി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെ നമ്മൾ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ക്ലീൻ ആയിട്ടുള്ളതും വൃത്തിയുള്ളതും സുരക്ഷിതമായിട്ടുള്ളതും പിന്നെ എന്താണ് കൺട്രോളബിൾ ആയിട്ടുള്ള അതെ ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ കൺട്രോളബിൾ ആയിട്ടുള്ള നിയന്ത്രണാതീതമായിട്ടുള്ള ഗ്യാസുകളുടെ സപ്ലൈ നടത്താനായി സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്. ഗ്യാസസ് എന്നാണോ കേട്ടോ? ഗേറ്റ്സ് എന്നാണോ ഗ്യാസസ് എന്നാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? ഗ്യാസസ് എന്നാണ്. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് എന്നാക്കാം കേട്ടോ, ഗ്യാസസ് എന്നാക്കാം. എന്താണ് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed അല്ലെ? എന്താണ് എവിടേക്ക് എപ്പോഴാണ് ആവശ്യമുള്ള ഗ്യാസുകൾ ആവശ്യമായി വരുന്നത് അവിടേക്ക് എന്താണ് നമുക്ക് റെഗുലർ ആയിട്ട് നൽകാൻ സാധിക്കുന്നുണ്ടോ? ഗ്യാസുകൾ പൈപ്പ് ലൈൻ വഴി സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം വഴി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? എപ്പോൾ എവിടേക്ക് ആവശ്യം വന്നാലും നമുക്ക് എന്താണ് ഔട്ട്ലെറ്റുകൾ വഴി ഗ്യാസുകൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് എവിടേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഗുലർ ആയിട്ട് ഗ്യാസുകൾ നൽകാൻ സാധിക്കുന്നു അല്ലെ? നമുക്ക് ഇപ്പൊ എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായി വന്ന അല്ലെങ്കിൽ അനസ്തീഷ്യ സെക്ഷനിൽ ആവശ്യമായി വരുന്നെങ്കിൽ നമുക്ക് അവിടേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലെ? നമ്മുടെ ഔട്ട്ലെറ്റുകൾ വഴി നമുക്ക് എന്താണ് ഗ്യാസുകൾ വിതരണം ചെയ്യാം അല്ലെ, സപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടേക്ക് എപ്പോൾ ഗ്യാസുകൾ ആവശ്യമായി വന്നാലും നമുക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ് അല്ലെ? എന്താണ് സിലിണ്ടർ തെറ്റായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള റിസ്കുകൾ അല്ലെ, അപകടങ്ങൾ ഒഴിവാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നമുക്ക് സിലിണ്ടേഴ്സ് നമുക്ക് മാറിപ്പോവാം അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കാം അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ആയി പോവുക അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആക്സിഡന്റുകൾ നമുക്ക് ഒഴിവാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് for hospital administrators. Hospital administrators-ന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണുള്ളത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം വഴി ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ് അല്ലെ? എന്താണ് അനുകൂലമായ വ്യവസ്ഥയില വലിയ അളവില് ഒരുപാട് ക്വാണ്ടിറ്റിയില് ഗ്യാസുകൾ അവർക്ക് പർച്ചേസ് ചെയ്യാനായി അല്ലെ വാങ്ങാനായി സാധിക്കുന്നു. എക്കണോമി ഓഫ് ദി പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ് അല്ലെ? എന്താണ് അവർക്ക് സമ്പദ് വ്യവസ്ഥയില് ലാഭം കിട്ടുന്നുണ്ട് അല്ലെ? എന്താണ് നമ്മ ഈ പൈപ്പ് ലൈൻ വഴി നമ്മ
വിതരണം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രഷർ അല്ലേ, മിനിമം പ്രഷർ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അളവുണ്ട് അല്ലേ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആണോ? അപ്പൊ എന്താണ് നമുക്കത് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം, അതിലും അത് ക്ലോസ് ചെയ്തിടാം അല്ലേ? പാഴായി പോകുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് സമ്പദ് വ്യവസ്ഥയില് ലാഭം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ലെസർ ബ്രേക്കേജ് അല്ലെ, പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നില്ലേ നമ്മ ഗ്യാസ് സിലിണ്ടേഴ്സ് വലിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലെ? ആ ഒരു മാനിഫോൾഡ് സിസ്റ്റത്തിൽ വെച്ച് കാണിട്ട് നമുക്ക് പൈപ്പ് ലൈൻ വഴി എല്ലായിടത്തേക്കും വിതരണം ചെയ്യാം അല്ലെ? അപ്പൊ ബ്രേക്കേജ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റേഷണലൈസേഷൻ in ordering, storing and transporting a wide variety and size of gas cylinders. എന്താണ് ഗ്യാസ് സിലിണ്ടറിന്റെ വൈവിധ്യവും വലിപ്പവും സംഭരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും എളുപ്പമാക്കുന്നു അല്ലെ? ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിലെ ഗ്യാസുകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഓരോ ആകൃതിയിലും ഓരോ വലിപ്പത്തിലും ഉള്ളതാണോ കണ്ടിരിക്കുന്നത്? ആണോ? വലിയ നീളത്തിലുള്ള സിലിണ്ടേഴ്സ് കണ്ടിട്ടില്ലേ? ഗ്യാസ് സിലിണ്ടേഴ്സ് നീളത്തില കണ്ടിട്ടില്ലേ? ഉണ്ട് അല്ലേ? പല ആകൃതിയിൽ ലോങ് ആയിട്ടുള്ളതുണ്ട്, ബ്ലാക്ക് കളറിലുണ്ട്. ബ്ലാക്ക് കളറിലൊക്കെ അത് ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സിലിണ്ടേഴ്സിന് പല കളറുകൾ കൊടുക്കുന്നത്. അത് പഠിക്കാനുണ്ട്, മിസ് പറഞ്ഞുതരാം. അപ്പൊ പല വലിപ്പത്തിലും പല സൈസിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലെ? അത് ഭയങ്കര നീളത്തിലുള്ളത് ഉണ്ടെന്ന് പറഞ്ഞു, ലോങ് ആയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഓരോ ഏരിയാസിലേക്കും ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണം, ICUലേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ സിലിണ്ടേഴ്സിന്റെ ആ ഒരു വൈവിധ്യവും വലിപ്പവും അനുസരിച്ച് നമുക്ക് സംഭരിക്കുന്നതിന്റെയും കൊണ്ടുപോകുന്നതിന്റെയും പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നുണ്ട് അല്ലെ? നമുക്ക് എവിടെയാണ് ആ ഒരു സോഴ്സിൽ മാത്രം കൊണ്ടുപോയി വെച്ചാൽ മതി അല്ലെ? ഇപ്പൊ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ ഈ സിലിണ്ടേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത്? മൂവ്മെന്റ്സില് ഉള്ളിലെ കൂടിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടോ? ഇല്ല അല്ലെ? പിന്നെ അവർക്ക് എന്താണ് ആ ഒരു സോഴ്സിൽ മാത്രം അല്ലെ ഗ്യാസ്, ആ ഒരു മാനിഫോൾഡ് സിസ്റ്റം എവിടെയാണ് അവിടേക്ക് മാത്രം ഗ്യാസുകൾ കൊണ്ടുപോയാൽ മതി അല്ലേ? ആണോ? പൈപ്പ് ലൈൻ വഴി മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് എല്ലാ ഏരിയാസിലേക്ക് നമുക്ക് ഗ്യാസുകൾ വിതരണം ചെയ്യാം അല്ലെ? അപ്പൊ ആ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വൈവിധ്യവും അതിന്റെ ആ ഒരു വലിപ്പവും സംഭരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും ആ ഒരു പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിങ് ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ് അല്ലെ? എന്താണ് നമുക്ക് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് മൂലമുണ്ടാവുന്ന കെട്ടിടത്തിന്റെ ഡാമേജുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ? ഇപ്പൊ നമ്മ ആ ഒരു സിലിണ്ടേഴ്സ് കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുപോകുന്ന സമയത്ത്, വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ടൊക്കെ എന്താണ് ചിലപ്പോ അവിടുത്തെ ടൈലിന് അല്ലെങ്കിൽ അവിടെയൊക്കെ എന്ത് വെച്ചാൽ പൊട്ടലൊക്കെ വരാം അല്ലെ? ആണോ? സ്ക്രാച്ച് വീഴാം, പൊട്ടല് വരാം അല്ലെ? പക്ഷെ എന്താണ് നമ്മ അങ്ങനെയൊന്നും കൊണ്ടുപോകാത്തത് കാരണം നമ്മൾ ജസ്റ്റ് ആ ഒരു സോഴ്സിലേക്ക് മാത്രമാണ് അല്ലെ ഗ്യാസുകൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആ ഒരു സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന, കൈകാര്യം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ആ ഒരു ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജുകൾ അല്ലെ കുറയ്ക്കാനായും സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നമ്മൾ സിലിണ്ടർ ചിലപ്പോ വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പൊക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വീഴാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സമയത്ത് എന്താണ് അവിടുത്തെ ടൈൽസിന് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡാമേജ് വരാം അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒഴിവാക്കാനായി സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും?
നെക്സ്റ്റ് പറയുന്നത് കളർ കോഡഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ് അല്ലെ. നമ്മുടെ ISO സ്റ്റാൻഡേർഡിനെ അടിസ്ഥാനമാക്കി നമ്മുടെ മെഡിക്കൽ ഗ്യാസുകൾക്ക് കൊടുക്കുന്ന കളർ കോഡുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്സിജന് കൊടുക്കുന്ന കളർ കോഡ് ഏതാണ്? വൈറ്റ്. നൈട്രസ് ഓക്സൈഡിന് ലൈറ്റ് ബ്ലൂ. മെഡിക്കൽ എയറിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മെഡിക്കൽ എയറിന് ബ്ലാക്കും വൈറ്റും അല്ലെ. അതിന്റെ ആ ഒരു സിലിണ്ടറിന്റെ 2 കളറായിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സക്ഷൻ യെല്ലോ. ഇത് കാണിച്ചേരെ. സക്ഷന് യെല്ലോ കളറ്. നൈട്രജന് സക്ഷൻ തന്നെയാണ് കേട്ടോ. വാക്വമില്ലേ, വാക്വം യെല്ലോ കളറ്. നൈട്രജൻ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ. അപ്പൊ ഈ കളർ കോഡുകൾ ആ ഒരു ഗ്യാസ് കണ്ടെയ്ൻ ചെയ്യുന്ന സിലിണ്ടേഴ്സിന് ഈ കളറുകളായിരിക്കും നൽകുന്നത്. ഒരു മിനിറ്റ്. കണ്ടോ? ഇങ്ങനെയായിരിക്കും നമ്മുടെ സിലിണ്ടേഴ്സ് വരുന്നത്. ഓരോ ഗ്യാസും ഓരോ സിലിണ്ടറിലും ഏത് ഗ്യാസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു സിലിണ്ടേഴ്സിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറുകളായിരിക്കും നൽകുന്നത്. ഓക്സിജൻ ആണെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും, മെഡിക്കൽ വാക്വം ആണെങ്കിൽ അല്ലെങ്കിൽ സക്ഷൻ ആണെങ്കിൽ യെല്ലോ കളറ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഗ്രേ കളറ്, നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ, ലൈറ്റ് ബ്ലൂ കളറ്, മെഡിക്കൽ എയർ ആണെങ്കിൽ വൈറ്റ് ബ്ലാക്ക് കൂടി മിക്സ് ചെയ്യുന്ന കളർ. ഓക്കെ ആണോ ഇത്? ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? അല്ല നെക്സ്റ്റ് എടുത്താലോ? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടയാളപ്പെടുത്താട്ടോ. നെക്സ്റ്റ് പറയുന്നത് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. നമുക്ക് കംപ്രസർ ചെയ്ത ഗ്യാസസ് സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള സുരക്ഷിതമായിട്ടുള്ള രീതികൾ അല്ലെ, സേഫ് പ്രാക്ടീസുകൾ ഏതെല്ലാമാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം തന്നെ അതിൽ ഏതാണ് ഉൾക്കൊള്ളുന്നത്? ഇപ്പൊ നൈട്രസ് ആണോ, സക്ഷൻ ആണോ, അല്ലെങ്കിൽ ഓക്സിജൻ ആണോ ഉൾക്കൊള്ളുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. കണ്ടന്റ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. എന്താണ്? നമ്മുടെ ആ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ട സ്ഥലത്ത് നൈട്രജൻ കൊടുക്കാൻ പാടുണ്ടോ? ഓക്സിജൻ കൊടുക്കുന്ന പേഷ്യൻസിന് നൈട്രജൻ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തറിയണം? ആദ്യം തന്നെ ആ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നതെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം അല്ലെ, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് of identification cylinders colors differ from suppliers to supplier. എന്താണ്? നമ്മൾ ഒരിക്കലും ആ ഒരു കളർ, ഇപ്പൊ മിസ് കുറെ കളർ കോഡുകൾ പറഞ്ഞു അല്ലെ, ആ ഒരു കളർ കോഡുകൾ അനുസരിച്ച് ഡിപ്പെൻഡബിൾ ചെയ്ത് മാത്രം നമ്മൾ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല എന്ന്. ചിലപ്പോ നമ്മുടെ പല സപ്ലൈസും നമ്മൾ ഗ്യാസുകളൊക്കെ തന്നെ എന്തായിരിക്കും പല സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും അല്ലെ, ഹോസ്പിറ്റലില്. അപ്പൊ ചിലപ്പോ ആ ഒരു സപ്ലയേഴ്സ് നൽകുമ്പോൾ അവരെന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം? ആ ഒരു കളർ കോഡിനുള്ളില് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു സപ്ലയേഴ്സ് ഏത് ഗ്യാസ് ഏത് കോഡിലാണ് കൊടുക്കുന്നത്, കളർ കോഡിലാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണോ? നമ്മൾ ജസ്റ്റ് നമ്മ ISO കൊടുക്കുന്ന ആ ഒരു കളർ കോഡുകൾ മാത്രം നോക്കി നമ്മൾ എന്ത് മനസ്സിലാക്കാൻ പാടില്ലാണ്? ആ ഒരു ഗ്യാസുകള്, ആ ഒരു ഗ്യാസ് സിലിണ്ടേഴ്സിൽ ഏത് ഗ്യാസുകളാണ് ഉൾക്കൊള്ളുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ആ ഒരു സപ്ലയേഴ്സ് ഏത് കളർ സിലിണ്ടേഴ്സിലാണ് ഗ്യാസുകൾ നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? ചിലപ്പോ അവർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ ബ്ലാക്കില് സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേ കളറിൽ നൈട്രജൻ ആയിരിക്കാം കൊടുക്കുന്നത്. അപ്പൊ ഓരോ സപ്ലയേഴ്സും കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു കളർ കോഡ് കൂടി
മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടായിരിക്കാം കളർ കോഡിങ്ങില്. ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ചോദിച്ചോ. ഇപ്പൊ മിസ് വേറൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ശരിക്കും ISO കൊടുക്കുന്ന ആ ഒരു കളർ കോഡിൽ തന്നെയാണ് നമ്മൾ ഗ്യാസുകൾ വിതരണം ചെയ്യേണ്ടത്. പക്ഷെ ചില സപ്ലയേഴ്സ് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ. അപ്പൊ അതെന്തായാലും അത് എല്ലായിടത്തും പ്രാക്ടിക്കൽ അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കാന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഗ്യാസുകൾ വാണിജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മേടിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ നിറം എന്താണ്? ബ്ലൂ കളറാണ് അല്ലെ? കണ്ടിട്ടുണ്ടോ അതൊക്കെ? വീട്ടിൽ മേടിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഏതാണ്? റെഡ് കളറാണ് അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ വ്യത്യാസങ്ങൾ നമ്മുടെ സപ്ലയേഴ്സ് ഇങ്ങനെ ഗ്യാസുകളെ വിതരണം ചെയ്യുമ്പോഴുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ടെന്നല്ല, അത് സ്റ്റാൻഡേർഡ് കോഡിംഗ് ആണ്. പക്ഷെ നമ്മുടെ സപ്ലയേഴ്സ് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് do not disfigure or remove any markings, tags or stencil marks used for identification of content attached by the gas vendors. എന്താണ് നമ്മുടെ ആ ഒരു ഗ്യാസ് വെൻഡർ, അതായത് നമ്മൾ വാങ്ങുന്ന ഗ്യാസുകൾ വാങ്ങുന്ന ആ ഒരു സപ്ലയർ അല്ലെങ്കിൽ ആ ഒരു കച്ചവടക്കാരൻ ആ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരതിൽ എന്തെങ്കിലും മാർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ടാഗ് നൽകിയിട്ടുണ്ടായിരിക്കും, അതായത് എന്തെങ്കിലും സ്റ്റെൻസിൽ മാർക്സുകൾ അല്ലെ, എന്തെങ്കിലും അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരിക്കൽ കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ഫിഗർ ചെയ്യാനോ അല്ലെ, അതല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനോ പാടില്ല. ഇപ്പൊ നമുക്ക് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നോട്ട് ബുക്സിൽ അല്ലെങ്കിൽ നമ്മൾ ചട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഡിസ്ഫിഗർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആൾക്ക് മീശ വരയ്ക്കും, കണ്ണട വരയ്ക്കും, ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ട് അല്ലെ? അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന മാർക്കിങ്ങുകൾ അല്ലെങ്കിൽ ടാഗുകൾ കൊടുക്കുക. ആ ടാഗുകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെൻസിൽ മാർക്സുകൾ അല്ലെ, ഇപ്പൊ ഡേഞ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഓക്സിജന്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അടയാളങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് രൂപഭേദം വരുത്താനോ അല്ലെ, അതല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനോ പാടില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സിലിണ്ടർ വിച്ച് ഡു നോട്ട് ഹാവ് ക്ലിയർലി റിട്ടൺ stamped or stenciled. Identification of the content should not be used and the tax vendor should be contacted for removal. അല്ലെ, നമ്മുടെ ആ ഒരു സിലിണ്ടറിൽ നമുക്ക് ആ സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ റിട്ടേൺ ചെയ്തിട്ടില്ലാത്തത് അല്ലെങ്കിൽ ഒന്നും സ്റ്റാമ്പ് ചെയ്തിട്ടില്ലാത്തത് അല്ലെങ്കിൽ അതിന് സ്റ്റെൻസിൽ മാർക്കുകളൊന്നും കൊടുക്കാത്തത് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സിലിണ്ടർ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു വെഞ്ചെടുത്ത് തിരിച്ച് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അവരെ കോണ്ടാക്ട് ചെയ്യണം അല്ലെ, ആ ഒരു ഗ്യാസ് സിലിണ്ടർ അവർക്ക് തിരിച്ച് നൽകുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് ആ ഗ്യാസ് സിലിണ്ടറിൽ ഏത് ഗ്യാസ് ആണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ ഇല്ലാതിരിക്കുക, ടാഗ് ചെയ്യാതിരിക്കുക, സ്റ്റാമ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കുകളൊന്നും നൽകാതിരുന്നിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും സിലിണ്ടേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ വെൻഡേഴ്സിന് ഏത് വെൻഡർ ആണോ നമുക്ക് തന്നത് അവർക്ക് തിരിച്ചു കൊടുക്കുക അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
Read the MSDS and label for all the materials you work with. MSDS എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡാറ്റ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഒരു ഉൽപ്പന്നം, അതായത് നമ്മുടെ ഈ ഗ്യാസുകളുടെ അപകട സാധ്യതകളെ കുറിച്ചും അത് എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്ന രേഖയാണ് നമ്മൾ ഇത് പറയുന്നത് MSDS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള MSDSകൾ നമ്മൾ വായിക്കുകയും കൂടാതെ എന്താണ് അത് ഓരോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ മെറ്റീരിയലിന്റെ അവിടെ ലേബൽ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? അത് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സേഫ്റ്റി പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു മെറ്റീരിയൽ, ആ ഒരു ഗ്യാസുകൾ എന്തിനൊക്കെ ഉപയോഗിക്കാം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം അല്ലെ, അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു MSDS അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസിന്റെ അടുത്ത് ലേബൽ ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ? ഇന്നടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? ഒരു മിനിറ്റ്. നമ്മുടെ കളർ കോഡുകൾ മാർക്ക് ചെയ്യാം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി സെക്കൻഡറി എക്യുപ്മെന്റ്, മറ്റേ നമ്മുടെ ഈ സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്സുകൾ, പൈപ്പുകൾ എന്ത് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിക്കാം. പിന്നെ വാൽവ്സുകളിലെ സോൺ വാൽവും സർവീസ് വാൽവും ചോദിക്കാം കേട്ടോ, അത് അടയാളപ്പെടുത്താം. ഏതൊക്കെ തരത്തിലുള്ള അലാംസുകൾ ഉണ്ടെന്ന് ചോദിക്കും. അതിന് മാസ്റ്റർ അലാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. ഔട്ട്ലെറ്റുകൾ ചോദിക്കാം. സെക്കൻഡറി എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ എല്ലാം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മൾ ഗേജ് പഠിച്ചു അല്ലെ, അങ്ങനെയുള്ള ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പിക്ചേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ. പലതരത്തിലുള്ള ഗേജുകളൊക്കെ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു ഓൾ. Thank you, ma'am.